വരെ അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ ഹാക്ക് സെയിൽ ചെയ്യുന്ന എടുക്കാനാണ്. ഇതൊരു ഹിന്ദിക്കാരൻ ചെറുക്കനാണ്. ഓക്കെ, പെയ്ഡ് പുഷറാണ്. അപ്പം നമ്മളിപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് പ്രൊഫൈൽ കാണിച്ചതന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നേരെ അവൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം അവൻ്റെ ഐ ഡി എന്ന് പറയുന്നത് വെയിറ്റാക്കുന്നേ, ഞാൻ കോപ്പി ചെയ്തിട്ട് അടിക്കേണ്ടി വരും. ഓക്കെ, 10 33 33 395. ഓക്കെ, പേരെന്തോ പേരൊക്കെയാണ്. ഓക്കെ, MG എംപയർ എന്ന ഗിൽഡിലുള്ളതാണ്. ഓക്കെ, അവൻ്റെ ഇൻസ്റ്റയിൽ തന്നെ കാണുന്നുണ്ട് ആദി 8011. ഓക്കെ, DM4 പെയ്ഡ് വിഷ് എന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പം നിലവിൽ ഗോൾഡിൽ കിടക്കുന്ന അക്കൗണ്ടാണ്. അവൻ യൂസ് ചെയ്യുന്ന ഹാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിക്കുള്ള ഹാക്കൊക്കെയാണ് യൂസ് ചെയ്ത് കാണിക്കുന്നത്. അവൻ്റെ ലൈവിൽ ഗെയിം പ്ലേ ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അവൻ്റെ ചാനൽ കാര്യങ്ങൾ അതുപോലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം അവൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി അവൻ്റെ KD കാണാൻ പറ്റും. 95 KD കാണിക്കുന്നത്. ഓക്കെ, 6 ഗെയിം കളിച്ചിട്ടുണ്ട്. 95 KD, 4 കളി പോയ കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. 98% ഹെഡ് ഷോട്ട് റേറ്റ് ഒക്കെയാണ് കാണുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്ലെയർ പെയ്ഡ് പുഷ് ചെയ്ത് കൊടുക്കുക. പുഷ് ചെയ്ത് കൊടുക്കുന്ന പ്ലെയർ ഒക്കെ ഇന്ദ്ര എന്നെങ്ങാണ്ട് ഒരു ഇന്ദ്ര 3 ഇത് ഹൈഫാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിലവിൽ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. 24,000 എങ്ങാണ്ട് പോയിൻ്റ് കിടക്കുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് ലിസ്റ്റായി കിടക്കുന്നതാണ്. ഓക്കെ, അവൻ്റെ സെർച്ച് ചെയ്ത് കാണുന്നില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവൻ്റെ പുള്ളിക്കാർ ലൈവ് കാര്യങ്ങൾ. അപ്പോൾ ഇതേണ്ട ഇന്ദ്ര എന്ന് പറഞ്ഞ് ചെറുക്കുന്ന റാങ്ക് പുഷിൽ നോക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ FFH4X കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എയിംബോട്ട് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്, സ്നൈപ്പർ സ്കോപ്പ്, സ്നൈപ്പർ സ്വിച്ച് കാര്യങ്ങൾ, മാജിക് ബുള്ളറ്റ്, സ്ട്രീം മോഡ്, 2X, വാൾ ഹാക്ക്, വി ബാജ് കാര്യങ്ങൾ. ഇതൊക്കെ എന്തൊക്കെയാണ് ഡെഫിനിഷനായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എംബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഹെഡിലോട്ട് കാര്യങ്ങളൊക്കെ കയറുന്ന കാര്യങ്ങളൊക്കെയാണ് എംബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാരണം ജസ്റ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഫയർ ചെയ്താൽ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ഫയർ ചെയ്താൽ മതി. ജസ്റ്റ് അപ്പുറത്ത് ഇനിമി ഓടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ തലയിലോട്ട് കാര്യങ്ങളൊക്കെ ലോക്കാം. പിന്നെ ലൊക്കേഷനാണ് ഇപ്പോൾ ഇവൻ ഓണാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇനിയുടെ മേലൊക്കെ ഇങ്ങനെ ഒരു ഗോൾഡൻ ലൈറ്റ് കാണുന്നത് തിളങ്ങുന്നില്ലേ. ഇപ്പോൾ പ്ലെയിന് സ്റ്റാർട്ടാവുന്ന നേരത്തെ എല്ലാവരും ഇറങ്ങുന്ന നേരത്തെ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ ഹാക്ക് എങ്ങനെ വർക്കാവുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ഇനിയുടെ ഓപ്പോസിറ്റ് അതിനുള്ള ടീംമേറ്റിൻ്റെ പേര് കാര്യങ്ങളൊക്കെ കാണിക്കും. അതിപ്പോൾ ഒരുത്തർ ഇറങ്ങിപ്പോൾ നോക്കി കാണിക്കാം. അപ്പോൾ 43 പേരെ കണ്ട് ചാടാനുണ്ട്. ഞാനിപ്പോൾ ഒരു സ്കോഡ് പോകുമ്പോൾ അവരുടെ തലയിലോട്ടൊരു വയലറ്റ് കളറിലുള്ള ഇത് കാണുന്നില്ലേ, അതാണ് ലൊക്കേഷൻ ഹാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ പേര് കാര്യങ്ങളും ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇവൻ നേരെ പീക്കിലോട്ട് കാര്യങ്ങളൊക്കെ ചാടുന്നുണ്ട്. സ്നൈപ്പർ സ്കോപ്പ് പറഞ്ഞാൽ സ്നൈപ്പർ ഓണാക്കി കഴിഞ്ഞാൽ സ്നൈപ്പർ സ്വിച്ച്, അത് രണ്ടും കണക്കന്നെയാണ്. സ്നൈപ്പർ ഓണാക്കി അങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് എയറിനകത്ത് പറന്ന് അടിക്കത്തില്ലേ, ആ ഹാക്കാണിത്. പിന്നെ മാജിക് ബുള്ളറ്റ് പറഞ്ഞാൽ അറിയാമല്ലോ, നോർമലായിട്ടുള്ളതിനെ. നോർമലല്ല, മാജിക് ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയുന്നതായിട്ട് അവൻ്റെ മലയാളി യൂട്യൂബർ പറയുന്നതായിരുന്നു, ഫേമസ് വന്നിട്ട്. അപ്പോൾ ഇവൻ നേരത്തെ അവൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുത്തിന് ഇറങ്ങുന്നുണ്ട്. അവൻ്റെ ലൊക്കേഷൻ അവൻ എത്ര മീറ്ററിനകത്തുള്ള അവൻ്റെ പേര് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇതാണ് ലൊക്കേഷൻ ഹാക്കുകൊണ്ടുള്ളത്. പിന്നെ ഇപ്പോൾ അവൻ ഉപയോഗിച്ചിരിക്കുന്ന വാൾ ഹാക്കാണ്. പിന്നെ 2X സ്പീഡുണ്ട്. നമ്മുടെ ക്യാരക്ടർ സ്പീഡിൽ 22 സ്പീഡിൽ കൂടുതലായി ഓടുന്നതാണ്. ഇപ്പോൾ വാൾ ഹാക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവൻ 2X സ്പീഡ് ഓണാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവൻ സ്പീഡിൽ മൂവ് ആവുന്നുണ്ട്. കയറി ചെന്നത് ഫയർ അടിച്ചപ്പോൾ 4 ഡൗൺ അടിച്ചിട്ടുണ്ട്. 5 ഡൗൺ ആയി, 5അല്ലല്ലോ, 1 2 3 ഓക്കെ 4 ഡൗൺ കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്. എൻ്റെ എയിമൊക്കെ കഴിഞ്ഞ് AC8 കിട്ടിയിട്ടുണ്ട് അവന്. നോക്കിയാൽ കാണാൻ അവൻ്റെ AC8 കൊണ്ടുള്ള കളിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരുത്തം വരുന്നുണ്ട്, അവൻ ചാടുന്ന് അടിക്കുന്നത് വാളിനകത്തോണ്. ഇങ്ങനത്തെ പ്ലെയേഴ്സ് കാരണമാണ് സൈഡിൽ ഇനി അവൻ്റെ എടാ ഒരുത്തൻ ഹെഡ്ഷോട്ട് അടിച്ചിട്ട് ഇവനെ ഹെഡ്ഷോട്ട് അടിച്ചിട്ട്. ഓക്കെ, ഇവൻ അവനെ അടിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം വാൾ ഹാക്കേഴ്സിന്. ഇവനിതിപ്പോൾ ഫുൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളി തീർക്കാൻ കാര്യങ്ങളൊക്കെ പറ്റും. ബട്ട് അത് അതിനകത്ത് തന്നെ പെട്ടെന്ന് തന്നെ അവൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ബാനും. അപ്പം ഇങ്ങനത്തെ പ്ലെയേഴ്സ് കാരണമാണ് ഇപ്പോൾ ഗെയിം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഡൗൺ ആയി വരുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ കുറേ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാര്യങ്ങൾ എല്ലാം നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നത് അവൻ്റെ ലൈവായിട്ടുള്ള ഗെയിം പ്ലേ ആണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ലൈവിനകത്ത് പ്ലേ ചെയ്യുന്നത്. ഇവനൊരു നമ്മുടെ മാച്ചിനകത്ത് വന്ന നേരത്തെ ഞാൻ ഇവൻ്റെ ഗെയിം പ്ലേ ഇൻസ്പെക്ട് അടിച്ച് നോക്കിയപ്പോഴാണ് ഇവൻ്റെ ചാനൽ കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിയത്. നമ്മളെ മാച്ച് നമ്മളെ കൊന്നായിരുന്നു, അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് അത് പോയായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചു തരായിരുന്നു. ഇവന്ന് കൊന്നപ്പോൾ ഇവൻ്റെ ID കാര്യങ്ങൾ അന്നേരം എടുത്തുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ചാനൽ നിങ്ങളുടെ ഫ്രാഗ് എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്.
പിന്നെ ഇപ്പോൾ 2K സബ് കാര്യങ്ങളുണ്ട്, ഫുള്ള് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാര്യങ്ങളൊക്കെ അവനവിടെ മെൻഷനൊക്കെ ഇടുന്നു. മാക്സിമം എൻ്റെ ചാനലിൽ കയറി എല്ലാവരും റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇങ്ങനെ ഹാക്ക് യൂസ് ചെയ്യുന്ന പ്ലെയേഴ്സ് മാക്സിമം അത്ര പ്രൊമോട്ട് ചെയ്യാണ്ട് ഫെയറായി കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അതിൻ്റെ തന്നെ അവൻ്റെ ടീംമേറ്റ് കാര്യങ്ങളും ഹോളോഗ്രാം ഹാക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ അതിന് ഹോളോഗ്രാം എന്ന് പറയുന്നതാണ്. ലൊക്കേഷൻ ഹാക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിമി ഉണ്ടെന്നൊക്കെ പോകുന്നുണ്ട്. അവരുടെ മാച്ച് ഭയങ്കര ഡിലേ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവന് ഒരു 20 കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ അപ്പുറത്തുള്ള അവൻ്റെ കൂടെ കളിക്കുന്ന ടീംമേറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വണ്ടി ഓടിച്ച് അവനും ഹോളോഗ്രാം യൂസ് ചെയ്യുന്നു, ലൊക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അവനപ്പോൾ എവിടെയൊക്കെ എനിമി ഇല്ലെന്ന് അവനെ കാണാൻ പറ്റും. അവൻ വണ്ടി ഓടിച്ച് അവനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ട് കില്ലടിച്ച് കളിക്കണം. ഇപ്പോൾ ഒരു 25 കില്ല് ഇപ്പം തന്നെ എടുത്തിട്ടുണ്ട്. മറ്റേ ഫുള്ള് ഇങ്ങനെ കളി. അപ്പോൾ അവരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് പറഞ്ഞാൽ ബാക്കിയുള്ള 46 പ്ലെയേഴ്സ് കാര്യങ്ങൾ ഫുള്ളിന് കഷ്ടം ആണ്. ഇപ്പം നോക്കിയാൽ എൻ്റെ 3 പ്ലെയേഴ്സ് എയർന്ന് ഇറങ്ങണം. ഒരു സോണിനകത്ത് പോയി പൊക്കി വിട്ട് കയറുക. ഇവനാണെങ്കിൽ അവരെങ്ങനെ കൊന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം ഒരു ID ഇറങ്ങിയിട്ട് ID ഞാൻ കാണിച്ചു തന്നായിരുന്നു. ID കയറി റിപ്പോർട്ട് അടിക്കാൻ നോക്കുക. ഇവരുടെ ഇന്ദ്രയുടെ ID ഒന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി അതിന് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അടിക്കുക. ചാനൽ റിപ്പോർട്ടൊക്കെ അടിച്ച് മാക്സിമം ബാൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഫ്രീ ഫയർ ഒഫീഷ്യൽ ID കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുക. അങ്ങനെ അധികം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. 28 കില്ല് കാര്യങ്ങളൊക്കെ അടിച്ചവർ ഇവർ തന്നെ ബോയ് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബോയ് അടിക്കും എന്തായാലും, കാരണം ഹാക്ക് യൂസ് ചെയ്ത് കളിച്ചിട്ട് ബോയ് അടിക്കാണ്ടിരുന്ന മോശം. അപ്പോൾ അതിലും ചാനൽ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേക്ക്. ഓക്കെ, നമ്മൾ 1K സബിലോട്ടാണ് പോകുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യാത്തവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഇതുവരെ നമ്മളിനി കുറച്ച് ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ ചാനൽ കാര്യങ്ങളും അതുപോലെ ഇതൊക്കെ നിങ്ങൾ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അവരുടെ ചാനൽ റിപ്പോർട്ട് അടിക്കാൻ നോക്കുക. അപ്പോൾ ആ പോണവന് ഹാക്കാണെന്ന് തോന്നണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ എയർ കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട്. 14 മിനിറ്റ് ഇവൻ എത്ര ഹെഡ് അടിച്ചിട്ട് അവൻ ചാവുന്നില്ല. അവനും തന്നെയാണ്. ഇവൻ്റെ HP ആണെങ്കിൽ കുറയത്തേ ഇല്ല. ഓക്കെ, 52 HP ആണെങ്കിൽ ഇവൻ സോണിനകത്ത് പോയാലും HP കുറയത്തില്ല. നിങ്ങൾക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ കൂടി കാണാൻ പറ്റും. നേരത്തെ സോണിനകത്ത് പോകുമ്പോൾ സോൺ ഡാമേജ് ഒന്നും എടുക്കുന്നില്ല. അവൻ ചെയ്യേണ്ട സോണിനകത്ത് വേണ്ട. അവൻ്റെ മറ്റേ ഹാക്കാണ് തോന്നുന്നു. ഓക്കെ, അവൻ സോണിൽ പെട്ട് എലിമിനേറ്റ് ആയിട്ടുണ്ട്. ടീംമേറ്റ് ആയത് അവനായിട്ടുണ്ട്, ഹാർഷ്. അങ്ങനെ അവന്മാർ പോയ കാര്യങ്ങളൊക്കെ അടിച്ച് ഇപ്പോൾ അവന് 3 പോയ സ്ട്രീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ടീംമേറ്റിന് പുഷ് അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എയിംബോട്ട് കാര്യങ്ങൾ സിൽവർ കിടക്കണം. ഓരോ കളി കഴിഞ്ഞാൽ ഒരു 8-10 കളി കഴിഞ്ഞ് വീണ്ടും അക്കൗണ്ട് റേറ്റ് ചെയ്യാണ് ഇവരുടെ പണി. ഒരു കാര്യമൊന്നുമില്ല, അവന്മാർ ഫുള്ള് പോക്ക. എന്തായാലും ഇത്രയുള്ള നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ. സപ്പോർട്ട് അടിക്കാൻ പറ്റുന്നവർ സപ്പോർട്ടൊക്കെ അടിച്ച് കൂടെ നിൽക്കുക. ഞാൻ അവൻ്റെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ കയറി ചെക്ക് ചെയ്യുന്നത്. എൻ്റെ 3 പോയി അവന് CS കാര്യങ്ങളൊക്കെ അവൻ പുഷ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. CS DM4 പെയ്ഡ് പുഷ് പറയുമ്പോൾ 2 പുഷ് ആക്കുന്നുണ്ടല്ലോ അവൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരിക്കും. ബൈ.